എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു പൊതിച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഓണത്തിൻ്റെ പിറ്റേ ദിവസമായ ഇന്ന് ധാരാളം കറികളൊക്കെ ഇരിപ്പുണ്ട്. വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട, ചോറും ഓംലെറ്റും മാത്രം ഉണ്ടാക്കിയാൽ മതി. അതിനുവേണ്ടി ഇലയെല്ലാം വാട്ടിയെടുത്ത് ഇലയൊക്കെ തുടച്ചതിന് ശേഷം പേപ്പറിൻ്റെ മീതെ വെച്ചു. ഇനി ചൂട് ചോറ് ഇട്ട് കൊടുക്കാം. നമുക്കറിയാം, ചൂട് ചോറ് വാഴയിലയിൽ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. വാഴയിലയുടെ ഗുണങ്ങളും കൂടി കിട്ടും. നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ പൊതിച്ചോറ് കെട്ടി പോകുന്ന ഓർമ്മയാണ് വരുന്നത്. ഓണത്തിൻ്റെ മാങ്ങാക്കറി, നാരങ്ങാക്കറി, ഇഞ്ചിക്കറി, കാളൻ, കിച്ചടി, പച്ചടി, അവിയൽ. ഇനി അതിൻ്റെ നടുവിലായിട്ട് ഒരു ഓംലെറ്റ് കൂടി വെച്ച് കൊടുത്തിട്ട് ഇല പൊട്ടാതിരിക്കാനായിട്ട് പേപ്പറോട് കൂടി തന്നെ പൊതിഞ്ഞ് ഇവിടെ വെക്കാം. 1 മണിക്കൂർ വെച്ചതിന് ശേഷം, കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കണം. ഇനി ഇത് കൊടുത്തു വിടാനൊന്നുമല്ല, ലഞ്ച് ടൈമിന് ഇവിടെ കഴിക്കാനാണ്. പൊതിഞ്ഞ് നമുക്കിവിടെ വയ്ക്കാം. 3 പൊതിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ബാക്കി 2 പൊതിയും കൂടെ പൊതിഞ്ഞെടുക്കാം. എല്ലാം പൊതിഞ്ഞ് വെച്ചു. ലഞ്ച് ടൈമായി, നമുക്ക് കഴിക്കാം. നല്ലൊരു ടേസ്റ്റായിരിക്കും. തുറക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നല്ലൊരു മണവും കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും. മുഴുവൻ ചോറ് നമുക്കൊന്നും ബാക്കി വെക്കാതെ കഴിക്കാൻ പറ്റും. ഒഴിക്കുന്നതിന് വേണ്ടി സാമ്പാറും മോരുമുണ്ട്. പിന്നെ വേറെ ഒന്നും വേണ്ട, നമുക്ക് ഊണ് കഴിക്കാം. പൊതി തുറക്കുമ്പോൾ തന്നെ വായിൽ കപ്പലോടും. മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ് പൊതിച്ചോറ്. ഓണത്തിൻ്റെ കറികളൊക്കെ ഉള്ളതുകൊണ്ട് വേറെ കറിയൊന്നും വെക്കേണ്ടി വന്നിട്ടില്ല. സൂപ്പറാണ്. മുഴുവൻ ചോറ് നമുക്കൊന്നും ബാക്കി വെക്കാതെ കഴിക്കാൻ പറ്റും. ആ ഒരു സ്മെല്ലും ടേസ്റ്റും നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഞാനും കഴിച്ചു നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഓംലെറ്റ് അങ്ങ് മാറ്റി വെച്ചിട്ട് എല്ലാം കുറച്ചെടുത്ത് നമുക്ക് കഴിച്ചു നോക്കാം. നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഇലയിൽ പൊതിഞ്ഞ് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.